എവിടെ വർക്ക് ചെയ്യുന്നു? കടയ്ക്കല്ലേ, ചിത്രകലാ അധ്യാപികയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ക്യാൻവാസ് ഡ്രോയിങ്ങിൽ എന്തൊക്കെ ഐറ്റംസിലുണ്ട് മെയിനായിട്ടും നിങ്ങൾക്ക് തന്നിട്ടുള്ള വർക്ക്? ഞങ്ങൾക്ക് തന്നിട്ടുള്ളതെന്ന് വെച്ചാൽ കൊല്ലം ജില്ലയിലെ സാംസ്കാരികമായിട്ടുള്ള തനിമ, അതുപോലെ കേരളത്തിലെ സാംസ്കാരികമായിട്ടുള്ളത്, അതുപോലെ കലോത്സവ വേദികളിലെ കുട്ടികൾ എന്താണ് അവർക്കുള്ള ഓരോ ഇൻസ്ട്രുമെൻ്റ്, അങ്ങനെ ഡാൻസ് ഐറ്റംസ്, അപ്പോൾ അതിലുള്ള കാര്യങ്ങൾ നമുക്ക് വരയ്ക്കാം. പിന്നെ നേച്ചർ, കൊല്ലത്തിൻ്റെ പ്രത്യേകതകൾ, അതുമായിട്ടുള്ള കാര്യങ്ങൾ വരയ്ക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ കൊല്ലം ജില്ലയിലെ കലാധ്യാപകർ ഒത്തൊരുമിച്ചാണ് ഇങ്ങനെ ഒരു ടോട്ടൽ എത്ര ആർട്ടിസ്റ്റ് ഉണ്ട്? ഇപ്പോൾ 25 പേരുണ്ട്. 25 ഇന്ന് എല്ലാം വരച്ച് തീർക്കണം. 2500 സ്ക്വയർ ഫീറ്റ് നമ്മൾ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് വരച്ച് തീർക്കും. അത് മെയിൻ സ്റ്റേജിൽ മാത്രം? ഈ സ്റ്റേജിൽ മാത്രം. ഓക്കെ ഓക്കെ ഓക്കെ. അതാണ് നമ്മളെ പ്രധാന ടാസ്ക്, തീർക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് 5% എന്താ സംഭവം ഉള്ളത്? ഇതിപ്പോ ഞാൻ ഒപ്പനയാണ് വരച്ചോണ്ടിരിക്കുന്നത്. പിന്നെ ഓട്ടം തുള്ളലും വരച്ചു, പിന്നെ വേറെ ഒരു ഇൻസ്ട്രുമെന്റിന്റെ ഓടക്കുഴലിന്റെ അതും വരച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി, ഓക്കെ, കണ്ടിന്യൂ. ഇഷ്ടംപോലെ ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഇവിടെ നമുക്ക് കൊല്ലത്ത് വരുന്ന സമയത്താണ് കാണാൻ പറ്റും. കൊല്ലം സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ചിട്ടാണ്, ഈ സംസ്ഥാന കലോത്സവത്തോടനുബന്ധിച്ചിട്ട്. അപ്പോൾ ഇതാ ഒരു കിടിലം ഡ്രോയിങ്, അതെന്താണെന്നുള്ളത് നമുക്ക് ഈ ചേട്ടൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. ഹലോ ചേട്ടാ. ചേട്ടാ നമസ്കാരം, പേരെങ്ങനെയാ? എൻ്റെ പേര് ബിമൽ മങ്ങാട്. ബിമൽ, ഓക്കെ. സ്ഥലം? മങ്ങാട്. മങ്ങാട്. തന്നെ. എന്താ ജോലി? അധ്യാപകനാണ്. അധ്യാപകൻ. ഓക്കെ ഓക്കെ. സ്കൂളിലാണ്? സ്കൂളിൽ. ഓക്കെ. അപ്പോൾ ചേട്ടന് ഇന്ന് കിട്ടിയ എന്താണ് പ്രോജക്റ്റ്, ടാസ്ക് ആണ്? എന്തൊക്കെ വരയ്ക്കണം എന്നുള്ളവരുടെ? ഈ കലാധ്യാപകർ, ഓക്കെ, ചിത്രകലാ അധ്യാപകർ എല്ലാവരും കൂടി ചേർന്നിട്ട് കൂടി മുകളിൽ ആ ഒരു റോയിൽ ഇങ്ങനെ 2 സൈഡിലും അലങ്കരിക്കുന്നതിനായിട്ട് നമ്മൾ ഈ ചിത്രങ്ങൾ ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മുടെ കലകളുമായിട്ട് ബന്ധപ്പെട്ടതും കൊല്ലം ജില്ലയായിട്ട് ബന്ധപ്പെട്ടതുമായിട്ടുള്ള ചിത്രങ്ങളെല്ലാം കൂടെ ചെയ്യും. അത് എല്ലാവരും ഒരേപോലെ ആകണം? അതാ ഓൾറെഡി നിങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് ഓരോരുത്തർക്കും സെലക്ട് ചെയ്യാം. ഓക്കെ. ചിലത് സാമ്യം വരുന്നുണ്ടെന്നാലും കൊല്ലം ജില്ലയിലുള്ള പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ ചേട്ടാ, ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഇഷ്ടംപോലെ ഡ്രോയിങ് കണ്ടായിരുന്നു. അപ്പോൾ വേറൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, പുള്ളിക്കാരുടെ അടുത്ത് ചോദിക്കാം. ബ്രോ ഫ്രീ ആണല്ലോ അല്ലേ? ജസ്റ്റ് ഒരു കുറച്ച് സമയം നമ്മളടുത്തൊന്ന് സ്പെൻഡ് ചെയ്യണം. എന്താണ് മെയിൻ ആയിട്ടുള്ള വർക്ക്, എന്താണ് ബ്രോയ്ക്ക് തന്നിട്ടുള്ളത്? ഇവിടുത്തെ ഒരു കൊല്ലത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള കുറേ കലയുടെ കാര്യങ്ങളും, ഓക്കെ, കൊല്ലത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും, പിന്നെ അല്ലാതെ ആർട്ട് ഫോംസിനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. ഞാനൊരു പത്തനംതിട്ട ജില്ലയാണ് എൻ്റെ. അപ്പോൾ നമ്മുടെ അടിസ്ഥാനത്തിൽ ഈ പടയണി അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആർട്ട് ഫോമിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഞാൻ കോലോത്സവം ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു വർക്ക് ചെയ്യാന്ന് വെച്ച്. പേരെങ്ങനെ? എൻ്റെ പേര് അനുരാഗ്. അനുരാഗ്, പത്തനംതിട്ടക്കാരൻ. എന്ത് വർക്ക് ചെയ്യാ? അല്ല, ട്രിവാൻഡ്രം ഫൈനാൻസ് കോളേജിലെ വെരി ഗുഡ് സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. ശരി, ഓക്കെ, കണ്ടിന്യൂ. ഓക്കെ, താങ്ക് യു. അപ്പോൾ വേറെ ഒരു ചേട്ടനെയും ഒരു ചേച്ചിയെ കണ്ടു. അപ്പം നമുക്ക് അവരോട് ചോദിക്കാം അവരെന്തൊക്കെയാണ് വരയ്ക്കുന്നുള്ളത്. എക്സ്ക്യൂസ് മീ. നമ്മുടെ സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ചിട്ട് എന്താണ് മെയിനായിട്ടുള്ള നിങ്ങൾക്ക് കിട്ടിയ വർക്ക്? അതിന് തൊട്ട് മുമ്പ് പേരൊന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. എൻ്റെ പേര് ശ്രീനിവാസൻ. എവിടെ വർക്ക് ചെയ്യുന്നു? തട്ടാമല സ്കൂളിലെ ചിത്രകലാധ്യാപകൻ. പേര്? എൻ്റെ പേര് KP ബിന്ദു, SVPMHS വടക്കന്തല സ്കൂളിൽ. ഓക്കെ. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് കിട്ടിയ മെയിനായിട്ടുള്ള സബ്ജക്റ്റ് എന്താണ്? സബ്ജക്റ്റ് എന്ന് പറയുന്നത് കൊല്ലം ബേസ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ കലാ സാംസ്കാരിക രംഗങ്ങളും ഇവിടുത്തെ പ്രകൃതിയും ഇവിടുത്തെ പ്രത്യേകതകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ ഒപ്പം കലാരംഗത്തും, ഇപ്പോൾ കലോത്സവമായതുകൊണ്ട് കലോത്സവവുമായി ബന്ധപ്പെട്ട ഇമേജസുമാണ് പ്രധാനമായിട്ട് സെലക്ട് ചെയ്ത് ചെയ്യുന്നത്. ഓക്കെ. ഇന്നുകൊണ്ട് തന്നെ വരച്ച് തീരുമോ? ഇത് സത്യത്തിൽ 2-3 ആഴ്ച എടുക്കേണ്ട ഒരു വർക്കാണ്. അപ്പോൾ വർക്കിലോട് കൂടുതലാണ്, സമയമില്ല ഇനി. ഇത് വളരെ പെട്ടെന്ന് തീരുമാനിച്ച് വളരെ പെട്ടെന്ന് ആവിഷ്കരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ആ രീതിയിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ മൂവ് ചെയ്യുകയാണ് ചെയ്തത്. കുറച്ച് വേഗത്തിലാണ് വർക്ക് നീങ്ങിയിട്ടുള്ളത്. അതിൻ്റെതായിട്ടുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ തന്നെയും അതിൻ്റെതായ ഒരു എനർജി ഉണ്ട് ആ വർക്കുകളിൽ. വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്നതിൻ്റെ എനർജി ഉണ്ട്. ഓക്കെ. ചേച്ചി എങ്ങനെ സംഭവം? ഞങ്ങൾ വരയ്ക്കുന്ന ഇപ്പം ബേസ് ചെയ്തത് ഓച്ചിറക്കളി, ഓച്ചിറക്കാള, ഓച്ചിറക്കളി, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഒരു ക്യാൻവാസിൽ ഫുള്ളും ഉള്ളത്. ഓക്കെ, വെരി ഗുഡ്. അത് എങ്ങനെ വർക്ക് തീരാറായോ? തീരാറായി, ഏകദേശം ഫിനിഷിങ്ങിലോട്ട് അടുക്കുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ, താങ്ക് യു, കണ്ടിന്യൂ.